ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് നിങ്ങളുടെ ഫോണിന് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി തരാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ് പറയുന്നത്. ഇത് വളരെ മുന്നേ ഇറങ്ങിയ ഒരു ഓപ്ഷനാണ്, പക്ഷെ പലരും നിങ്ങളുടെ ഫോണിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞിരുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ഫോണൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ സെറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് പല ലിങ്കുകൾ അയച്ചു തരാറുണ്ട്, ചില വെബ്സൈറ്റുകളിൽ നമ്മൾ കയറാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലവിധ തട്ടിപ്പുകളിൽ നമ്മൾ പെടുന്നത് ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ന്യൂസ് ചാനലുകൾ നമ്മൾ കാണുന്നുണ്ട്, പല സ്കാമുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ തന്നെ നോക്കുക. മാത്രമല്ല ഈ ഒരു ചാനൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് വാട്സപ്പിൽ നമുക്ക് പല ലിങ്കുകൾ അയച്ചു തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പല വെബ്സൈറ്റുകളിൽ കയറാറുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് പല ലിങ്കുകളിൽ കയറുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നത്. ഇവിടെ കണ്ടില്ലേ, എനിക്കൊരു വാട്സപ്പിൽ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. ഇവിടെ ഈ ലിങ്കിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് യാതൊരു സുരക്ഷയുമില്ല. ഏത് സൈറ്റിലേക്കാണ് ഇത് പോകുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് പറഞ്ഞുതരാം. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 3 ഡോട്ട്സ് കാണാം. പ്രൊഫൈൽ ഐക്കണിന്റെ ഏറ്റവും മുകളിലായി 3 ഡോട്ട്സ് കാണാം. അവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ചെയ്തു വെക്കുക, സെറ്റിംഗ്സ് ചെയ്തു വെക്കുക. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. കുറച്ചൊന്ന് മുകളിലൊക്കെ നമുക്ക് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് നമുക്ക് വളരെയധികം ഉപകാരമാണ് സേഫ് ആയിട്ട് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ സേഫ് ബ്രൗസിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, 3 ഓപ്ഷൻസ്. ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലാണ് ടിക്ക് മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് മറ്റൊരു പ്രൊട്ടക്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നോ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ അതൊന്ന് ടിക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ടിക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഗൂഗിൾ നമ്മളോട് പറയുന്നുണ്ട് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി, ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഇത് തീരെ സെക്യൂരിറ്റി ഇല്ലാത്തൊരു സെറ്റിംഗ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ്. ഇതുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യരുത്. അതുകൊണ്ട് നേരെ ടേൺ ഓഫ് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ടേൺ ഓഫ് കൊടുക്കുക. അതിന്റെ മുകളിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലും മുഴുവനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കേണ്ടത്. അത് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്പാം ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് കാര്യങ്ങളിലേക്കൊന്നും നമ്മളെ അത് 90% നമ്മളെ കടത്തിവിടില്ല. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ മറന്നു പോകും.